നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്വന്തം കാവായിട്ടുള്ള മണിയാമ്പലത്തെ കാവിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കാവിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കാവ്. പ്രധാനമായിട്ടുള്ളത് മുത്തപ്പനാണ്. മുത്തപ്പനും ഗുളികൻ ദൈവവും പിന്നെ കാർണവർ ദൈവവും പിന്നെ ഭഗവതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നാളെയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഇതുള്ളത്, പിന്നെ തെയ്യം ഉണ്ടാവുക. അപ്പോൾ ഇന്ന് മുത്തപ്പൻ വെള്ളാട്ടവും ഗുളികൻ വെള്ളാട്ടവുമാണ് ഉള്ളത് നമ്മുടെ കാവിൽ. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ പരിചയമുള്ള എല്ലാ ആൾക്കാരും നമുക്ക് കാണാം. നമ്മുടെ നാട്ടുകാരെയായാലും കുടുംബക്കാരെയായാലും എല്ലാവരും കാണാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. ഓക്കെ, ഇവിടെ പിന്നെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങാണ് പരിപാടി നടക്കുന്നത്. പരിപാടി തുടങ്ങിയില്ല, ഇനി അതും കൂടി നമുക്ക് കാണണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കാവാന്നിത്. നമ്മളെ കാവിൽ ഭക്ഷണമെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ മുത്തപ്പന് പൈസയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. നീണ്ട ക്യൂ ആണുള്ളത് ഗൈസ്. ഇത്രയും ക്യൂ കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മൾ പൈസ കൊടുക്കണ്ടിക്കല്. ഇവിടെ ഗുളികൻ ദൈവത്തിൻ്റെ വെള്ളാട്ടാണ് ഇവിടെ കാണുന്നത്. മുത്തപ്പൻ വെള്ളാട്ടം. നാളെയാണ് ചെറിയ മുത്തപ്പനും വലിയ മുത്തപ്പനും ഭഗവതിയും ഗുളികൻ ദൈവത്തിൻ്റെയും ഒക്കെ തിരുമുടി ഉണ്ടാവുക. നല്ല രസമാണ് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ കാവിൻ്റെ ഫ്രണ്ട് വശം. അതിലേ കൂടി ഇങ്ങനെയാണ് കിടക്കുക. ഇവിടെ ചന്തയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടാ, രണ്ടാളും കൂടി ചന്തയിലേക്കുള്ള പോക്കാന്ന്. ഇനി ഇവിടുന്ന് എന്താ കച്ചവടമാക്കുക നോക്കാം നമുക്ക്. ഇതാ ഓരോ കുട്ടികൾ ബലൂണൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. നാട്ടുകാരെ ആയാലും മറ്റു കുടുംബക്കാരെയൊക്കെ ആയാലും കാണാൻ പറ്റിയ ഒരു അവസരമാണ്. ഇവിടെ എല്ലാവരും ഉണ്ടാവും. കേട്ടാ, നിങ്ങൾ രണ്ടാൾ നോക്ക് എന്തെല്ലാം ഇവിടെ ഇല്ലെന്നുള്ളത്. പോകുമ്പോൾ വാങ്ങിക്കാം കേട്ടോ നമുക്ക്. നോക്കിയാ നല്ല രസമില്ലേ വള കാണാൻ വേണ്ടിയിട്ട്? എനിക്കൊന്നും ഇഷ്ടമായിട്ടുള്ളത് ഇത് നമുക്ക് പോകുമ്പോൾ നോക്കാം കേട്ടാ. ഇനി എന്നാ നിങ്ങൾ ആമ്പിളർക്ക് എന്നാ വേണ്ടത്? പോകുമ്പോൾ വാങ്ങിച്ചാ പോരടാ കേട്ടാ.
ചന്തയിലുള്ള സാധനങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് നമ്മൾ പോകുമ്പം വാങ്ങിക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് അല്ലേ. വാ വാ വാ, ഇവിടുന്ന് വരാനുള്ള പരിപാടിയൊന്നും ഇല്ല ഇവര്. വാ വാ. പിള്ളേരേതാ അവരെ ഫ്രണ്ട്സിനെ കണ്ട്, അപ്പോൾ അതിലേക്ക് അങ്ങനെ പോയിട്ടാണുള്ളത്. സ്വർഗം വെച്ച് പോനാ. ഇപ്പം മുത്തപ്പന് കൊടുക്കാനുള്ള ഇതെല്ലാം വിട്ട് ഇനിയിപ്പോൾ ഇവരിപ്പം കളിയിലേക്കാണ് പോകുന്നത്. മുത്തപ്പന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ നോക്കുമ്പോൾ മുത്തപ്പൻ പ്രദക്ഷിണം വയ്ക്കാൻ അമ്പലത്തിന് ചുറ്റും. മുത്തപ്പൻ്റെ പ്രസാദം. ഇത് ഇടുന്നത് പഴമുണ്ട്. ഇത് ഇടുന്ന പഴം 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 റോബസ്റ്റ് പഴം ഉണ്ടല്ലേ. പറഞ്ഞാ ഒരു കടയടി. അമ്മമ്മ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് അമ്മ അവിടെ പഴം നമ്മളിവിടെ പഴം തിന്നുന്ന കൈ. ഞാനും ആദ്യമായിട്ടാണ് ഇവിടുന്ന് പഴം കഴിക്കുന്നത്. ഇവിടുന്ന് പ്രസാദമുണ്ട്, അവിലും പയറും. പഴം ഇവിടെ പഴന്നത് ഓക്കെ. പിടി അതും കൂടി കഴിക്കേ, മുഴുവനായിട്ട് കഴിക്കേ. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പഴം തിന്നില്ല, അമ്പലത്തിൽ വന്നാൽ പഴം തിന്നും. ആയി ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവർക്ക് പരിചയമുള്ള കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇവർക്ക് നല്ല ഒരു അടിപൊളി ഇതാണ്. ഇവരെ ഫ്രണ്ട്സിനെ എല്ലാം കണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. മുത്തപ്പന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മമ്മേനെ അവിടെ ക്യൂല് നിർത്തിയിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യമുണ്ട്. ഇതെന്തറിയാൻ ഇപ്പം കണ്ടത് മുത്തപ്പൻ കാവ്. ഇവിടുന്ന് വിളക്കെല്ലാം കൊടുക്കുന്നുണ്ട്. നേർച്ചയ്ക്കുള്ള വെളിച്ചെണ്ണയും വിളക്കും എല്ലാം ഇവിടുന്ന് കിട്ടും. പുറത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് പരിപാടി നടത്തുക. അവർക്കെല്ലാം ഓരോ ചാൻസ് കൊടുക്കലാണ് കാര്യം.
ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ നാടും നമ്മുടെ നാട്ടിലുള്ള കാവും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുത്തപ്പന് പൈസയും കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. ബൈ.